നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 നവംബർ മാസം 12-ാം തീയതി 1200-ാം ആണ്ട് തുലാമാസം 27-ാം തീയതി ചൊവ്വാഴ്ച. തുലാമാസത്തിനൊരു പ്രത്യേകതയുള്ളത് സൂര്യൻ നീചത്തിൽ നിൽക്കുന്ന മാസമാണ്. സൂര്യന് പൊതുവേ നീചത്തിൽ ഒരു മാസക്കാലം മൊത്തം നീചത്തിൽ നിൽക്കും, അതുപോലെ ഒരു മാസം ഉച്ചത്തിൽ നിൽക്കും. അപ്പോൾ നീചത്തിൽ നിൽക്കുന്ന മാസമാണ് ശരിക്കും തുലാമാസം. അപ്പോൾ ഇന്ന് ദിവസം വന്നിരിക്കുന്നത് ചൊവ്വാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രമൊക്കെ കൊള്ളാം, ഉത്രട്ടാതി നക്ഷത്രം ശുഭനക്ഷത്രമാണ്. പക്ഷെ ഇന്നത്തെ ദിവസം നല്ലതല്ല. ചൊവ്വ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് എനർജി കൂടുതലുള്ള ഒരു ഗ്രഹമാണ്. ആ ഗ്രഹത്തിൻ്റെ സ്വാധീനമുള്ള ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് ഇന്ന് ആകിലും ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ തന്നെ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു ദിവസമാണ്. അശ്രദ്ധ പാടില്ല. അത് വാഹനം ഓടിക്കുന്ന കാര്യത്തിലായാലും ശരി, മറ്റാരോ കൂടി സംസാരിക്കുന്ന കാര്യത്തിലായാലും ശരി. കാരണം ശത്രുത കൂടുതലുള്ള ഒരു ഗ്രഹമാണ് ചൊവ്വ. അപ്പോൾ ശത്രുക്കളുടെ എണ്ണം കൂട്ടും. അതുപോലെ നമുക്ക് ബർത്ത്ഡേ വന്നിട്ടുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാർ, ഉത്രട്ടാതി നക്ഷത്രം ഇന്ന് ഉദിച്ച സമയത്ത് ഉത്രട്ടാതി അല്ല, പക്ഷേ ഉത്രട്ടാതി നക്ഷത്രം ആണ്. അപ്പോൾ പൂരുരുട്ടാതി നക്ഷത്രമാണ് കലണ്ടറിൽ ഇട്ടിരിക്കുന്നതെങ്കിലും വളരെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ പൂരുരുട്ടാതി തീർന്ന് ഉത്രട്ടാതിയിലേക്ക് പോയി. അപ്പോൾ നമ്മൾ ഉത്രട്ടാതി എന്ന് പറയുമ്പോൾ അയ്യോ കലണ്ടറിൽ പൂരുരുട്ടാതിയാണല്ലോ ഇട്ടിരിക്കുന്നതെന്ന് വിചാരിക്കും. 6 നാഴികയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അന്ന് നമുക്ക് ബർത്ത്ഡേ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 6 നാഴിക നേരം ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇന്ന് ദിവസം ഉത്രട്ടാതി തന്നെയാണ് ഫലത്തിൽ എടുക്കേണ്ടത്. നാളെ രാവിലെ വരെയും ഉത്രട്ടാതി തന്നെയാണ്. അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രം ശരിക്ക് തുലാമാസത്തിലെ ഉത്രട്ടാതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര കണ്ട് നല്ലതല്ല. അല്ലെങ്കിലേ ഉത്രട്ടാതിക്ക് ഇപ്പോൾ നല്ല സമയമല്ല, ഏഴ് ശനിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയമാണ്. അതിൻ്റെ കൂടെ ചൊവ്വാഴ്ചയാണ് വന്നിരിക്കുകയും ചെയ്യണേ. ചൊവ്വയ്ക്ക് കുറേ നെഗറ്റീവ് ഫലമുണ്ട്. ചൊവ്വ അഗ്നികാരകനാണ്. അപ്പോൾ തീപ്പൊള്ളലേക്കാം. കേസ് വഴക്കുകൾ ഉണ്ടാക്കുന്നവനാണ്. അപ്പോൾ കേസ് വഴക്കുകൾ വരാം. അതുപോലെ അപകടകാരകത്വം വഹിച്ച ഗ്രഹമാണ്. സർജറിക്ക് കാരകത്വം വഹിച്ച ഗ്രഹമാണ്. ഇതൊക്കെ ചൊവ്വയ്ക്കുള്ളത് കൊണ്ട് ഇതൊക്കെ നമുക്ക് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ഈ നക്ഷത്രക്കാരെ സൂക്ഷിക്കണം. കേസ് വഴക്കുകൾ, വാഹന അപകടങ്ങൾ, സർജറിക്ക് വിധേയമാവാം, അതുപോലെ സാമ്പത്തിക നഷ്ടം ഉണ്ടാവാം. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടയുള്ളത് കൊണ്ട് നമുക്കിതൊന്നും എഫക്റ്റ് ചെയ്യരുത്. നമുക്കിതിനെല്ലാം എങ്ങനെ അതിജീവിച്ച് പോവാം, അതിന് വേണ്ടി നമുക്ക് ചെയ്യേണ്ടത് ശരിക്ക് പരിഹാരം ചെയ്ത് കൊണ്ടുപോകണം. അതിന് വേണ്ടി ചെയ്യേണ്ട പരിഹാരം, സുബ്രഹ്മണ്യനാണ് ചൊവ്വയുടെ ദേവൻ. മുരുകൻ സുബ്രഹ്മണ്യ സ്വാമിക്ക്, സർവ്വസൈന്യാധിപനായ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഈ ചൊവ്വയുടെ ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് കൊണ്ടുപോകാൻ സഹായിക്കും. അപ്പോൾ മുരുകക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പോവുക. അതുപോലെ ഭസ്മാഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, അർച്ചന ഇതിലേതെങ്കിലും നടത്തുക. ഇല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രം ഉണ്ടെങ്കിൽ, മുരുകക്ഷേത്രം ഇല്ല, ഭദ്രകാളി ക്ഷേത്രമാണ് അടുത്തുണ്ടെങ്കിൽ അവിടെ പോവുകയും ദേവിക്ക് കുങ്കുമ അർച്ചന, രക്തപുഷ്പാഞ്ജലി ഇവ നടത്തുക. ഒരു സുബ്രഹ്മണ്യ യന്ത്രം അപകടങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി മൃത്യുഞ്ജയ യന്ത്രവുമായി ചേർത്ത് ഒരു വർഷത്തേക്ക് ഒരു ദേഹരക്ഷ ധരിക്കുക ഒക്കെ ചെയ്തു പോകുമ്പോൾ ദോഷത്തിൻ്റെ ശക്തി കുറയും. അപ്പോൾ ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഒന്നും നല്ല ദിവസമല്ല. എന്നാലും നമ്മൾ രാവുകാലം പറഞ്ഞത് തന്നെ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ്. ശരിക്ക് ജാതക പ്രകാരം തന്നെ 3 മണി തൊട്ട് 4:30 മണി വരെയാണ് രാവുകാല സമയം. ഏകദേശം കലണ്ടറിൽ ഇട്ടിരിക്കുന്ന സമയം തന്നെയാണ് നമുക്കിന്ന് രാവുകാലമായിട്ട് വരികയും ചെയ്യണേ. അതുകൊണ്ട് രാവുകാല സമയം ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ട് നമ്മൾ അവരുടെ കാര്യത്തിന് ഇറങ്ങണ രാവിലെ ആയിരിക്കും. അതിന് കൂടുതൽ പ്രാധാന്യം ഇന്നില്ല. എങ്കിലും ശുഭകാര്യത്തിന് ആ സമയത്ത് ഇറങ്ങാതിരിക്കുക. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അപ്പോൾ ഗുളികകാല സമയം പറഞ്ഞത് 12:09 തൊട്ട് 1:35 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 9:15 തൊട്ട് 10:42 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 11:45 തൊട്ട് 12:33 വരെയാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. ഈ സമയം നമുക്ക് മറ്റ്
കാര്യങ്ങൾ മാറ്റിവെക്കാൻ പറ്റാത്ത എന്തെങ്കിലും അവസ്ഥയുണ്ടെങ്കിൽ മാത്രം അഭിജിത്ത് മുഹൂർത്തം എടുക്കുക. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴും ഒക്കെ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കുക. റെഡ് കളറ് വസ്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ ചുവപ്പ് മിക്സായിട്ടുള്ള കളറെങ്കിലും നമ്മൾ ഇടുക. അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ചുവന്ന വസ്ത്രം ധരിക്കുക. നമ്മളെ ചൊവ്വയുടെ നെഗറ്റീവ് മാറ്റി പോസിറ്റീവ് എനർജി നമ്മിലേക്ക് ആഗിരണം ചെയ്യാനും ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് പോകാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ദിവസമല്ല എങ്കിലും കഷ്ടതയെല്ലാം ഒഴിവാക്കി പ്രപഞ്ചശക്തി നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.